നമ്മളെന്നേ റോസ്റ്റ് ചിക്കൻ കഴിക്കാൻ പോകാണ്. റോസ്റ്റ് ചിക്കൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സംഭവം നല്ല ക്വാളിറ്റി ഉണ്ട്, ക്വാണ്ടിറ്റി ഉണ്ട്, പക്ഷെ റൈറ്റ് കുറവാട്ടാ. അങ്ങനത്തെ ഒരു സ്ഥലമുണ്ട്. ആ സ്ഥലത്തേക്കാണ് ഇന്ന് ഞങ്ങൾ പോകുന്നത്. പോരിട്ടാ കൂടെ. ഐറ്റംസ് നിങ്ങളൊക്കെ ഉള്ളത് നമ്മളെ അടുത്ത് കാര്യമായിട്ട് ബ്രോസ്റ്റ് ഉണ്ട്, പിന്നെ ക്ലബ് സാൻഡ്വിച്ച്, ബർഗർ, ബ്രോസ്റ്റർ ഷവർമ 2 ഐറ്റം വരുന്നുണ്ട്. നമ്മളെ റുമാലി റൊട്ടിയിലും വരുന്നുണ്ട്, സാധാ കുബൂസിലും വരുന്നുണ്ട്. ഇതൊക്കെ എന്നും നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ടാവും. പിന്നെ നിങ്ങൾ എത്ര കിലോമീറ്റർ വരെ ഡെലിവറി? ഒരു 4 കിലോമീറ്റർ വരെയാണ് അവൈലബിൾ ആയിട്ടുള്ളത്. പിന്നെ നമ്മൾ ഇവിടെ വന്ന് ഭക്ഷണം കഴിച്ചിട്ട് ഓർഡർ ചെയ്യുന്ന ആൾക്കാരുണ്ട്, പിന്നെ സ്ഥിരമായിട്ട് ഓർഡർ ചെയ്യുന്ന ആൾക്കാരൊക്കെ ആകുമ്പോൾ അപ്പോൾ 1 കിലോമീറ്റർ നമ്മൾ വല്ലാതെ നോക്കലില്ല. കസ്റ്റമർക്ക് സാധനം എത്തിച്ച് കൊടുക്കുക എന്നുള്ളതാണ് നമ്മുടെ ആവശ്യം. ഓക്കെ, 4 കിലോമീറ്റർ വരെയാണ് ഇവർ ഡെലിവറി ഉള്ളൂ. പിന്നെ ഇവിടുത്തെ സ്ഥിരം കസ്റ്റമറും ഇവിടെ നിന്ന് ഓർഡർ ചെയ്ത് പോകുന്നവരാണെന്നുണ്ടെങ്കിൽ എത്ര കിലോമീറ്റർ വരെയും അവർ ഈ സാധനം എത്തിച്ചു കൊടുക്കും. പിന്നെ ഇതിൻ്റെ റേറ്റ് ആയിട്ടുണ്ടെങ്കിൽ 2 പീസിന് 140, 4 പീസ് 270, 6 പീസിന് 390, 8 പീസിന് 490, 12 പീസിന് 720, 16 പീസിന് 950. പിന്നെ 660 രൂപയ്ക്ക് 10 പീസ് ഉണ്ട്. ആ പെപ്സി ഉണ്ട് അതിൻ്റെ കൂടെ. പെപ്സി അത് എത്ര ലിറ്ററാണ്? 750 പെപ്സിയാണ് 10 പീസിൻ്റെ കൂടെ ഉള്ളത് കേട്ടോ. പിന്നെ 20 പീസിൻ്റെ ഉള്ളതുണ്ട് 1270. അതിൻ്റെ കൂടെയുള്ള പെപ്സി 2 ലിറ്ററിൻ്റെ പെപ്സിയാണ് അതിൻ്റെ കൂടുതലുള്ളത്. പേരെന്താ? സുഹൈബ്. എവിടെ വീട്? എവിടെ? ഞാൻ കരിങ്കപ്പാറ. പിന്നെ ജ്യൂസ് ഐറ്റംസ് നമ്മൾ ഫ്രഷ് ജ്യൂസേ കൊടുക്കണമല്ലോ. അപ്പം നമ്മൾ ഡെയിലി വരുമ്പോൾ പിന്നെ മാർക്കറ്റിൽ വാങ്ങുമ്പോൾ അന്നെന്താണ് കിട്ടുന്നത് അത് മാത്രമേ ആ ജ്യൂസ് ഐറ്റംസ് ആണ്. അല്ലാതെ മെനുവിൽ നമ്മൾ ജ്യൂസും കാര്യങ്ങളൊന്നും നിങ്ങളിപ്പോൾ 1 വർഷമായി ഇവിടെ അല്ലേ? 1 വർഷം. അപ്പോൾ ആദ്യമുള്ള ആൾക്കാരാണ് ആ 2020 അത് ആദ്യം മുമ്പുള്ള ടീമിന്റെ പേരാണ് 2020. 2020 തുടങ്ങിയ, പക്ഷെ ആ ബോർഡ് ഇപ്പോഴും തന്നെ ആ പേരിൽ തന്നെയാണ് അല്ലേ? എന്താ ബോർഡ് മാറ്റാത്ത? എന്താ ബോർഡ് മാറ്റണം ഇൻഷാല്ലാ. അങ്ങനത്തെ പ്രശ്നം. അപ്പൊ എന്താ പറയുക, നമ്മളിപ്പോ ഈ അപ്പൊ ഈ റോസ്റ്റഡ് എഡ് കൊടുത്താൽ മതി അല്ലേ? മറ്റിറങ്ങി റോസ്റ്റഡ് എഡ് എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് നോക്കിയാൽ കാണൂല. ആ 2020 ബോർഡേ കാണുള്ളൂ. പിന്നെ ജ്യൂസ് ഐറ്റംസ് എല്ലാം ഉണ്ട്. ജ്യൂസ് ഐറ്റംസ് ഓറഞ്ച്, മാംഗോ, ചിക്കു, മുന്തിരി, പിന്നെ അവിൽ മിൽക്ക്, പിന്നെ സ്പെഷ്യലായിട്ടുള്ള കേട്ടോ ഡ്രാഗൺ ഫ്രൂട്ട്. ഇത് പിന്നെ ഇതിൻ്റെ നല്ല സാധനമാണ്. ജ്യൂസിന് ഏറ്റവും ബെറ്റർ സാധനമാണിത്. ഇവരെ മെനു കേട്ടോ. ഈ മെനുവിൽ 140 2 പീസിനാണ് 140, 4 പീസാണെന്നുണ്ടെങ്കിൽ 270, 6 പീസിന് 390. ഇത് 8 പീസ് വരുന്നത് 490, 12 പീസ് 720, 16 പീസ് വരുന്നത് 950 വരുന്നത്. പിന്നെ ഇവർക്ക് ഇതിലൊരു സ്പെഷ്യലുണ്ട്. 10 പീസ് 660 ഒരു പാക്കേജ് വരുന്നുണ്ട്. അതിൽ 2 ലിറ്ററിൻ്റെ പെപ്സി ഫ്രീ ഉണ്ട്. അതിൽ 20 പീസിന് 1270 വരുന്നത്. അതിലും 2 ലിറ്ററിൻ്റെ പെപ്സി ഫ്രീ ഉണ്ട്. പിന്നെയുള്ള ബാക്കിയുള്ള സാധനങ്ങളൊക്കെയാണിത്. ജ്യൂസ് ഐറ്റംസ്, ജ്യൂസ്, ബർഗർ, ചിപ്സ്, എല്ലാ സാധനങ്ങളും ഉണ്ട് ഒരുവിധം. അവരുടെ കോൺടാക്ട് നമ്പറാണ് അവരുടെ ഡെലിവറി നമ്പർ. 4 കിലോമീറ്റർ വരെ ഫ്രീ ആട്ടോ.
റോസ്റ്റഡ് ഉണ്ടാക്കുന്നതാണ്. ഇതെന്താ പൊടി എന്താ? ഈ റോസ്റ്റഡിന്റെ പൊടി എന്താ അത്? ഈ പൊടി അത് നമ്മുടെ കൂട്ടിലുള്ള പൊടി വരുന്നുണ്ട്, പിന്നെ മൈദി അല്ലേ? ഇത് സംഗതി നമ്മൾ സാധല്ല, ഇതെന്തൊക്കെ ഇതിനായിട്ട് വരുന്ന തന്നെയാണ് സംഗതി. അത് നമ്മൾ വെട്ടിണ്ടാക്കുന്ന ഉരുളൻകിഴങ്ങിൻ്റെ സാധനമല്ല. പന്ത്രണ്ട് മിനിറ്റാണ് ഈ റോസ്റ്റഡ് ചിക്കൻ ആവാനുള്ള ടൈം. 12 മിനിറ്റായി എടുത്ത് വെച്ച്. എന്താ ബൈ സാലഡ് നിങ്ങൾക്ക് ഈ വേറെ എവിടെയെങ്കിലും ഉണ്ടോ സ്ഥാപനം? ഔട്ട്ലെറ്റുകൾ ഉണ്ടോ? എവിടെ? നമുക്ക് കരിങ്കപ്പാറുണ്ട് അടുത്തായിട്ടുള്ളത്, പിന്നെ കൊടേക്കാട്, പാണ്ടിക്കാട്, ചാലിയം, പിന്നെ വെന്നിയൂര്, പിന്നെ ഉള്ളത് ചാലിയം അങ്ങോട്ട് കോഴിക്കോട് ഭാഗത്തുണ്ട്. സ്ഥാപകന് ചാലിയത്തുള്ള ഒരാളാണ് അല്ലേ? അവിടെ നിന്നാണ് ഇങ്ങനെ പോന്നിട്ട് ഇപ്പൊ നിലവിൽ ലാസ്റ്റ് നിൽക്കുന്നത് ലാസ്റ്റ് ഷോപ്പാണ്. നിശപ്പടിക്കലാണ് ഇപ്പൊ നിൽക്കുന്നത്. നിശപ്പടിയാണ് ലാസ്റ്റ് ഷോപ്പ്. അപ്പൊ എത്ര എണ്ണം? 7 എണ്ണം. 7 ഷോപ്പാണ്. 7 അപ്ഡേറ്റ് ഉണ്ടല്ലേ? അങ്ങനെ 7 ഔട്ട്ലെറ്റ് ആണുള്ളത്. സൂപ്പറാ. ബർഗറൊക്കെ എങ്ങനെയുണ്ട്? പുള്ളിയ സാധനം റോസ്റ്റോ നല്ല രസ റോസ്റ്റിനെ അവിൽ മിൽക്കൊക്കെ അടിപൊളിയാണ്. അവിൽ മിൽക്ക് അടക്കം അടിപൊളിയാണെന്നാണ് പറഞ്ഞത് അവർ.
ഷാമൂൾ ചിക്കൻ സാൻഡ്വിച്ച്. ഇവരിത് പാർട്ടി ഓർഡർ സ്വീകരിക്കുന്നുണ്ട് കേട്ടോ. ഓഡിറ്റോറിയം, കല്യാണങ്ങൾ, അങ്ങനെയുള്ള പരിപാടിക്കൊക്കെ ലൈവ് പരിപാടി ഇവർ സ്വീകരിക്കുന്നുണ്ട്. സാൻഡ്വിച്ച്, ഷവർമ, റോസ്റ്റഡ്. ഇരിക്കാൻ ചെറിയ സെറ്റപ്പ് ഉള്ളൂ കേട്ടോ. ഇവിടെയൊക്കെ ഇത്ര ഇരിക്കാനുള്ള സെറ്റപ്പുകളുള്ളൂ. ഇവിടുന്ന് അധികം പാർസലാണ് ഇവിടെ മെയിനായിട്ട് പോകുന്നത്. നമ്മളിവരെ റോസ്റ്റ് ഒന്ന് ടേസ്റ്റ് നോക്കുക. റോസ്റ്റ് നല്ല സ്മൂത്തായിട്ട് നല്ല വെന്തിട്ടുണ്ട് കേട്ടോ. ഗൂസ് ടൊമാറ്റോ സോസ്, അടിപൊളി കുത്തി പോലെ ഇടണം. അതിൻ്റെ മേലുള്ളത് കറം വെച്ചിട്ട് റോസ്റ്റഡ് അടിപൊളി കേട്ടോ. നല്ല സ്മൂത്താണ് ചിക്കൻ. ഇത് ചൂടാറിയിട്ടും അതിൻ്റെ ചിക്കൻ്റെ മേലുള്ള ഇതാ ക്രിസ്പി പോലെ ഉണ്ട്. അടിപൊളിയാണ്. ചൂടാറിയിട്ടും തന്നെ ഇതിന് പഞ്ഞി പോലെ ആയിട്ടില്ല. ക്രിസ്പി പോലെ ഉണ്ട് ചിക്കൻ്റെ മേലുള്ള ഒരു മസാലേൻ്റെ പ്രത്യേകത തന്നെയാണ്. അടിപൊളിയാണ്. ഷോപ്പിൻ്റെ പേര് റോസ്റ്റ് ഹെഡ് എന്നാണ്. ഇത് മീശപ്പടി കേട്ടോ ഷോപ്പ്. മീശപ്പടി. ഇത് തിരൂരിന്ന് പയ്യനങ്ങാടി വഴി കടുങ്ങാത്തുണ്ടിലേക്ക് പോണ റോഡാട്ടോ. അത് തിരൂരിന്ന് പയ്യനങ്ങാടി നിന്ന് വരുന്ന റോഡാണ്. ഇത് നേരിട്ട് കടുങ്ങാത്തുണ്ടിലേക്കാണ് ഇത് പോണത്. ഈ റോഡ് ഇത് ജില്ല മലപ്പുറം കേട്ടോ. മലപ്പുറം ജില്ലയിലാണ്. ഇത് തിരൂരിന്ന് പയ്യനങ്ങാടി നിന്ന് വരുന്ന റോഡാണ്. ഇങ്ങനെ കടുങ്ങാത്തുണ്ടിലേക്ക് ഇങ്ങനെ പോണ റോഡാണ്. കൽപ്പകഞ്ചേരി കടുങ്ങാത്തുണ്ട്. റോസ്റ്റ് ഹെഡ്.